മുൻ മന്ത്രി കെ.ടി. ജലീൽ സാഹിബ് ഇന്നലെ ഫേസ്ബുക്കിൽ കുറിച്ച ഒന്ന് രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഈ ഉള്ളവൻ ചില പ്രതികരണങ്ങൾ ഇന്നത്തെ സംസാരത്തിലൂടെ നിർവഹിക്കുന്നത്. അദ്ദേഹം രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, നമ്മുടെ നാട്ടിലുള്ള ഖബർസ്ഥാനുകളൊക്കെ കാട് പിടിച്ച് കിടക്കുകയാണ്, പള്ളിക്കാടുകൾ എന്നാണ് ഇന്ന് അറിയപ്പെടുന്നത്. അതിനൊക്കെ ഒരു മാറ്റം വരണം. പല മഹല്ല് കമ്മിറ്റികളും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഖബർസ്ഥാനുകൾ കാട് പിടിച്ച് കിടക്കുന്നതാണ് ഉത്തമമെന്നാണ്. ഈ ധാരണ മാറ്റേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ വെട്ടിത്തെളിയിച്ച് ചെടികളാലും പൂക്കളാലും ഒക്കെ മനോഹരമാക്കണം. നമ്മുടെ ഉറ്റവരും ഉടയവരും അന്തിയുറങ്ങുന്ന സ്ഥലത്തിൻ്റെ മുകൾ ഭാഗം പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ എത്ര മനോഹരമായിരിക്കും. ഖബർസ്ഥാനുകൾ എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്കുള്ള ഭയവും അതോടെ മാറിക്കിട്ടും. ഇതാണ് ഇദ്ദേഹം ആദ്യമായി പറഞ്ഞിട്ടുള്ളൊരു കാര്യം. ജലീൽ സാഹിബ് പറഞ്ഞ ആദ്യത്തെ അഭിപ്രായത്തോട് യോജിക്കുക തന്നെയാണ്. ആ നിലക്ക്, കൃത്യമായ നിലക്ക് ആളുകൾക്ക്, സിയാറത്തിന് പോകുന്ന ആളുകൾക്കൊക്കെ പേടി തോന്നാത്ത നിലക്ക് അതിൻ്റെ ഒരു പ്രത്യേകമായ ഒരു വൃത്തിയും ആ നിലക്കുള്ള ഒരു ക്രമീകരണവും ഉണ്ടാക്കുക എന്നുള്ളത് ആവശ്യം തന്നെയാണ്. ആർക്കും പേടി തോന്നുന്ന നിലക്ക് അങ്ങോട്ട് അടുക്കുവാനോ ഇനി ഒന്ന് സിയാറത്തിന് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പാമ്പിനെയും എഴജന്തുക്കളെയും പേടിച്ച് പരിസരത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇങ്ങനെ ഒന്ന് നിൽക്കേണ്ടി വരുന്ന ഭീതിജനകമായ ഒരു അവസ്ഥയൊക്കെ മാറേണ്ടത് തന്നെയാണ്. അത് മഹല്ല് കമ്മിറ്റികളും ബന്ധപ്പെട്ട ആളുകളുമൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഇതിന്റെ കൂടെ നമുക്ക് ചേർത്ത് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞല്ലോ, നമ്മുടെ ഉറ്റവരും ഉടയവരും ഒക്കെ അന്തി ഉറങ്ങുന്ന സ്ഥലത്തിന്റെ മുകൾ ഭാഗം പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ എത്ര മനോഹരമായിരിക്കും എന്ന് പറഞ്ഞു. ഖബറിന്റെ മുകൾ ഭാഗം എത്ര മനോഹരമാകുന്നു എന്നതിനേക്കാളൊക്കെ പ്രധാനം ഖബറിന്റെ അകം മനോഹരമാകലാണ്. ഖബറിൽ കിടക്കുന്ന വ്യക്തിയുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ചിരിക്കും ഖബറിന്റെ അകം മനോഹരമാകൽ. അവിടെയാണ്. പുറമേ എന്ത് തന്നെ കാണുമ്പോൾ വലിയ നല്ല വൃത്തിയിലും വെടിപ്പിലുമൊക്കെയാണ് ഒരു ഖബർസ്ഥാൻ ഉള്ളതെങ്കിലും എന്ത് പ്രയോജനമുണ്ട് അതിന്റെ അകത്ത് കിടക്കുന്ന ആളുകൾക്ക് അതിൽ നരകീയമായ അവസ്ഥയാണുള്ളതെങ്കിൽ? അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുവാനുള്ളത്, ഖബർസ്ഥാനുകളുടെ പുറമേക്ക് കാണുന്ന മനോഹാരിതക്കപ്പുറം അതിന്റെ അകമാണ് മനോഹരമായി തീരേണ്ടത്. അതിനാവശ്യം എന്താണ്? ഈമാനും അമലു സാലിഹാത്തുമാണ്. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാകണം. അങ്ങനെയുള്ള ആളുകളായി ജീവിച്ചു മരിച്ചു പോയവർക്ക് അവരുടെ ഖബർ മനോഹരമായി തീരുകയുള്ളൂ. അവിടെ സ്വർഗ്ഗ പൂന്തോപ്പായി മാറുകയുള്ളൂ. ഇത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, ഈ ഫേസ്ബുക്കിൽ കുറിപ്പിട്ട ജലീൽ സാഹിബിനോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അദ്ദേഹം പരാമർശിച്ചിട്ടുള്ള ഒരു പരാമർശമുണ്ടായിരുന്നു. അത് പലപ്പോഴും പലരും അറിഞ്ഞിട്ടുണ്ടാവില്ല. അദ്ദേഹം പറയുന്നുണ്ട്, ഖുർആനും ഹദീസും ഒക്കെ ആവുന്നത്ര പരിശോധിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്ത ഒരാളാണ് ഞാൻ. പക്ഷേ അതിൽ ഇന്ന ആളുകളൊക്കെ നരകത്തിൽ പോകും എന്ന് പറയാൻ എനിക്ക് കഴിയില്ല. നന്മ ചെയ്തവരാരാണെങ്കിലും സ്വർഗത്തിൽ പോകും എന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയ സ്വർഗം. അങ്ങനെയാണ്. ആ ഒരവസ്ഥ തന്നെയാണോ ഇപ്പോഴും അദ്ദേഹത്തിന് ഈ കുറിപ്പ് എഴുതുമ്പോഴും ഉള്ളതെങ്കിൽ ഖബറിന്റെ പുറഭാഗത്ത് എത്ര ചെടികൾ വെച്ചിട്ടും അതുപോലെ തന്നെ ഖബർസ്ഥാൻ എത്ര വൃത്തിയിലും വെടുപ്പിലും ക്രമീകരിച്ചിട്ടും നടപ്പാതകൾ ഒരുക്കി സംവിധാനിച്ചിട്ടൊന്നും ഒരു പ്രയോജനമില്ല. അദ്ദേഹം മുമ്പ് അത്തരം ഒരു വാദം ഉന്നയിച്ചിരുന്നു. ആ വാദങ്ങളൊക്കെ നമുക്ക് കേൾക്കാവുന്നതാണ്. വിശുദ്ധ ഖുർആനും ഇസ്ലാമിന്റെ പ്രമാണങ്ങളും എനിക്ക് കഴിയുന്നിടത്തോളം വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയ ഇസ്ലാം എന്ന് പറയുന്നത് നന്മ ചെയ്ത മുഴുവൻ ആളുകൾക്കും ഉള്ളതാണ് സ്വർഗം എന്നുള്ളതാണ്. നന്മ ചെയ്ത മുഴുവൻ ആളുകൾക്കും ഉള്ളതാണ് സ്വർഗം എന്നാണ് ഖുർആന്റെ അന്തസത്ത. അപ്പൊ അങ്ങനെയുള്ള ആ വാദത്തിൽ നിന്നൊക്കെ അദ്ദേഹം ഇപ്പോൾ പിൻവലിച്ചിട്ടുണ്ടോ? ആ വാദമൊക്കെ മാറിയിട്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നത് പോലെ ഇന്നല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി, തീർച്ചയായും സത്യവിശ്വാസം സ്വീകരിച്ചവർ, പ്രവാചകന്മാർ പഠിപ്പിച്ചു തന്ന അഥവാ പരിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ള യഥാർത്ഥത്തിലുള്ള സത്യവിശ്വാസം, ആ സത്യവിശ്വാസത്തിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ടുള്ള യഥാർത്ഥ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ നിലക്കുള്ള സൽക്കർമ്മങ്ങൾക്ക് മാത്രമേ പരലോകത്ത് വിലയുണ്ടാവുകയുള്ളൂ, അവർക്ക് സ്വർഗമുണ്ടാവുകയുള്ളൂ. അല്ല. രണ്ടാമതായി അദ്ദേഹം പറയുന്നത്, ഇനി സ്ത്രീകൾക്കും സിയാറത്തിനുള്ള അനുവാദം നൽകണമെന്നാണ്. നമ്മുടെയൊക്കെ നാടുകളിൽ പലപ്പോഴും ഖബർസ്ഥാനുകളിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനം കിട്ടുന്നില്ല. അവരുടെ ഉറ്റവരും ബന്ധപ്പെട്ടവരും ഭാര്യയും ഭർത്താവും അതേപോലെ തന്നെ മാതാപിതാക്കളും ഒക്കെ മരിച്ചു കിടക്കുന്ന ഖബറിടം ഒന്ന് സന്ദർശിക്കുവാൻ അവർക്ക് അനുവാദം കിട്ടാതെ പലപ്പോഴും അവർ പുറത്തു നിൽക്കേണ്ടി വരികയാണ് എന്നും അദ്ദേഹം ഖേദപൂർവ്വം ഒരു വേദനാജനകമായ ഒരു കാര്യവും അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പങ്കുവെക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഖബർസ്ഥാനിന്റെ പുറത്ത് ഒരു ഉമ്മ വളരെ വേദനയോടുകൂടി മതിൽക്കെട്ടിന്റെ ഇപ്പുറത്ത് നിന്ന് പ്രാർത്ഥിക്കുന്ന രംഗം കണ്ടു. അന്വേഷിച്ചു നോക്കുമ്പോൾ മകൻ മരണപ്പെട്ടിട്ടുണ്ട്. ആ മകന്റെ ഖബറിടത്തിന്റെ അകത്തേക്ക് അഥവാ ഈ ഖബർസ്ഥാനിന്റെ അകത്തേക്ക് പ്രവേശനം കിട്ടാത്തതിനാൽ പുറമേ മതിൽക്കെട്ടിന്റെ ഇപ്പുറത്ത് നിന്ന് വേദനയോടെ കണ്ണുനീരൊഴുക്കി ആ സ്ത്രീ പ്രാർത്ഥിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അങ്ങനെയൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? അതൊക്കെ ശരിയായ ഒരു കാര്യമല്ലല്ലോ. മഹാന്മാരുടെ ദർഗകൾ സന്ദർശിക്കാൻ സ്ത്രീകൾക്ക് അവസരമുണ്ടെങ്കിലും സ്വന്തം കുടുംബങ്ങളുടെ ഖബറിടം സന്ദർശിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും മഹിളകൾക്ക് അവസരം നൽകുന്നതിൽ യാതൊരു തെറ്റും ഉണ്ടാകാനിടയില്ല എന്നൊക്കെ ജലീൽ സാർ അദ്ദേഹത്തിന്റെ കുറിപ്പിൽ തുടർന്നുകൊണ്ട് പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇസ്ലാം ഖബർ സിയാറത്ത് ഒരു കാലത്ത് പാടില്ലെന്ന് പറഞ്ഞ് പിന്നീട് അതിന് അനുവാദം കൊടുക്കുകയുണ്ടായി. ആ അനുവാദം കൊടുത്തപ്പോൾ സ്ത്രീകൾ അതിൽ നിന്ന് ഒഴിവാണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളവും ഖബർ സിയാറത്ത് അനുവദനീയം തന്നെയാണ്. പണ്ഡിത ലോകത്ത് ചില പണ്ഡിതന്മാർക്കൊക്കെ ഇതിൽ വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും പ്രമാണങ്ങളോട് കൂടുതൽ യോജിക്കുന്നത്
അവർക്കും അത് അനുവദനീയം തന്നെയാണ് എന്നാണ്. കാരണം ഖബർ സിയാറത്തിന്റെ ലക്ഷ്യം എന്താണ്? എന്തിനാണ് ഖബറുകൾ പോയി സന്ദർശിക്കുന്നത്? ഇന്ന് ഖബർ സിയാറത്ത് എന്ന പേരിൽ നടക്കുന്നത് എന്താണ്? ഖബറിലുള്ള വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണോ ഇന്ന് ഖബർ സിയാറത്ത് എന്ന പേരിൽ പലരും പോകുന്നത്? ഉറ്റവരുടെയും ഉടയവരുടെയും ഖബർസ്ഥാനുകളിലേക്ക് ആളുകൾ പോകുന്നത് ആ ലക്ഷ്യാർത്ഥമായിരിക്കാം. അതേ അവസരത്തിൽ മറ്റുള്ളവരുടെ, ജലീൽ സാഹിബ് തന്നെ സൂചിപ്പിച്ച ഈ മഹാന്മാരുടെ ദർഗകളിലേക്ക് ആണും പെണ്ണുമൊക്കെ കുത്തൊഴുക്കാണ്. എന്നിട്ട് അവിടെ പോയിട്ട് എന്താ ചെയ്യുന്നത്? അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ആ ഖബറിൽ അടക്കപ്പെട്ട ആളുകളോട് നേരിട്ട് വിളിച്ചു പ്രാർത്ഥിക്കുന്നു, അവരുടെ മുമ്പിൽ കരയുന്നു, സങ്കടം പറയുന്നു. ഇതൊക്കെ തികച്ചും അനിസ്ലാമികമായ ഒരു സിയാറത്താണ്. ഇത് ഇസ്ലാം അനുവദിച്ച സിയാറത്തല്ല. മറിച്ച് ഇസ്ലാമിൽ ഖബർ സിയാറത്ത് അനുവദിച്ചു തന്നത് എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ ഖബർ സന്ദർശിച്ചു കൊള്ളുക. ആ സന്ദർശനം കൊണ്ട് ഉണ്ടാകേണ്ട നേട്ടം എന്താണ്? നിങ്ങൾക്ക് അത് മരണചിന്തയുണ്ടാക്കും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്തപ്പോൾ സ്ത്രീകളെ നിങ്ങൾക്കത് നിഷിദ്ധമാണെന്ന് പറഞ്ഞിട്ടില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ, അവർ അവരുടെ സഹോദരനായ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ സന്ദർശിച്ച് തിരിച്ചു പോരുന്ന ഒരു രംഗം ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവർ ഖബർ സിയാറത്ത് ചെയ്തതായി കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഖബറിന്റെ സമീപത്ത് ഒരു സ്ത്രീ നിന്ന് കരയുകയാണ്. ആ സ്ത്രീയുടെ കുട്ടിയെ ഖബറടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള ഖബറിന്റെ സമീപത്ത് നിന്ന് ഒരു ഉമ്മ അട്ടഹസിച്ച് നിലവിളിക്കുന്നത് കണ്ടപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഹോദരിയോട് പറഞ്ഞത്, നീ അള്ളാഹുവിനെ സൂക്ഷിക്കൂ, സഹനം പാലിക്കൂ എന്നാണ്. അതേ അവസരത്തിൽ നീ എന്തിനിവിടെ വന്നു എന്ന് ചോദിച്ചില്ല. ആ സ്ത്രീയുടെ സഹിക്കായ്മയും അതേപോലെ തന്നെ പൊട്ടിക്കരയലുകളും വിലാപപ്രകടനവും കണ്ടതിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർക്കുന്നത്. മറിച്ച് ആ സ്ത്രീ അവിടെ സിയാറത്തിന് എന്തിനു വന്നു? സ്ത്രീയല്ലേ, സ്ത്രീക്ക് ഇങ്ങനെ സിയാറത്ത് ചെയ്യാൻ പാടില്ലല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടില്ല.